റെക്കോർഡ് ചെയ്യണം മാധ്യമ കാരണം മിത്രപുരത്തുള്ള സുഹൃത്ത് ആരാണ്? മിത്രപുരത്തുള്ള സുഹൃത്തുക്കൾ ആരാണ്? അത് കണ്ടുപിടിക്കാം. ഫേസ്ബുക്ക് ഐഡി ഉള്ളത്. സ്ഥാനാർത്ഥിക്ക് പല ഇടത് ആളുകളുമായിട്ടും സൗഹൃദം ഉണ്ടായിരിക്കുമല്ലോ, അവരെല്ലാം ഫേസ്ബുക്കിൽ ഇത്തരത്തിലുള്ള കമന്റുകൾ വരുമ്പോൾ മാത്രം അതിന്റെ കമന്റ് ബോക്സ് ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞ് വരുന്ന പിന്നെ പോസ്റ്റുകൾ വളരെ മാധ്യമ സുഹൃത്തുക്കൾ ശാന്തകുമാർ CV കല്ലേരി ചെക്ക് ചെയ്യാം. ഏതെങ്കിലും അൺനെസസറി കമന്റുകളോ അല്ലെങ്കിൽ പോസ്റ്റിങ്ങോ ഉണ്ടോ ശ്രദ്ധിക്കാം. സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ PR വർക്കുകൾ റേറ്റ് കിട്ടാൻ വേണ്ടി ഞാൻ അത്തരം വില കുറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് എല്ലാവരും മാധ്യമ സുഹൃത്തുക്കളടക്കം എന്നോട് ചോദിക്കുന്നുണ്ട് റീച്ച് കുറഞ്ഞു. എനിക്ക് റീച്ചിന്റെ ആവശ്യമില്ല, ജനങ്ങളുടെ റീച്ച് മതി. ഈ കഴിഞ്ഞ ദിവസം കാര്യങ്ങളെന്ന് വെച്ച് ഒരു പ്രതിഭ MLA-ക്കെതിരെ UDF നേതാവ് മോശമായിട്ട് പരാമർശം നടത്തി. അപ്പോൾ സംസ്ഥാനം മൊത്തമുള്ള സ്ത്രീ വോട്ടർമാർക്ക് വലിയ പ്രതിഷേധം, ആ ഒരു പ്രതിഷേധം അടൂരും പ്രതികരിക്കില്ല. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, ഈ സംഭവം പറഞ്ഞില്ല. ഞാൻ അതിലെ ആ കാര്യത്തിലേക്ക് മറുപടി പറയുന്നില്ല. അതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇല്ല, അത് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അങ്ങേയറ്റം മോശമായ സ്ത്രീവിധ പരാമർശം ഇവിടെ നടത്തുന്നു, അത് കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നു. അത് ഒരു സ്ഥാനാർത്ഥിയായിട്ടുള്ള അറിഞ്ഞില്ല എന്ന് പറയുന്നത് അത് വിശ്വസിക്കാൻ എളുപ്പമല്ലോ. അല്ല അതെങ്ങനെയുണ്ടെങ്കിൽ അവർ നിയമ നടപടിയിലേക്ക് പോട്ടെ, നിയമ നടപടിയിലേക്ക് പോട്ടെ. സംഭവം അറിഞ്ഞായിരുന്നു, അങ്ങനെ ഒരു വാർത്ത കണ്ടിരുന്നു. ഞാൻ അത് ശ്രദ്ധിക്കാറില്ല, അത് വാർത്ത. ഈ കല്ലേരി കേസുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അപ്പൊ അങ്ങനെ വ്യാപകമായി പ്രചരിക്കുമ്പോഴേ കല്ലേരി ഈ കേസുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? കല്ലേരി എന്ന് പറയുന്ന ഒരു സാംസ്കാരികമായ അല്ലെങ്കിൽ ഒരു വിശ്വാസ പ്രമാണത്തിൽ വരുന്ന ഒരു വിശ്വാസ കേന്ദ്രത്തെ തകർക്കുവാൻ വേണ്ടി വർഷങ്ങളായി തന്നെ ചില ശക്തികൾ ശ്രമിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഓരോ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമേ, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഞാൻ ത്രിതല പഞ്ചായത്തിൽ, ഇപ്പോൾ ഞാൻ നിലവിൽ പഞ്ചായത്ത് അംഗമാണ്. ആ തെരഞ്ഞെടുപ്പിലും അത്തരം കിംവദന്തികളും അത്തരം നുണപ്രചരണങ്ങളും ഉണ്ടാകും. ഓരോ തെരഞ്ഞെടുപ്പ് കാലഘട്ടം വരുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഒരു പ്രതിഭാസം. ഈ തെരഞ്ഞെടുപ്പ് കാലമാണെങ്കിലും ശരി, നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകരാണ്, സ്ഥാനാർത്ഥികളാണ്, നടക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞു. വികസന പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്നെ ഗതി തിരിച്ചുവിടാൻ വേണ്ടി എടുക്കുന്ന ഒരു അടൂരിൽ എന്താണ് വേണ്ടത്? അടൂരിന്റെ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യണം. അടൂരിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ കൊടുക്കണം, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. അതാണ് വേണ്ടത്. ശരി തന്നെ, പക്ഷെ അടൂര് മാത്രം നമ്മൾ ചർച്ച ചെയ്താൽ മതിയോ? സംസ്ഥാന രാഷ്ട്രീയം ഞാൻ പ്രധാനം ചെയ്യുമ്പോൾ